ജില്ലയിലെ മണ്ണടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ വൊക്കേഷണൽ അധ്യാപകൻ ബാബുരാജ്. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ കോഴ്സ് സ്വീകരിച്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വിദ്യാഭ്യാസത്തിനെത്തിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ കോഴ്സ് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കോഴ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽസ്, അതിൻ്റെ ഹിസ്റ്ററി, എവല്യൂഷൻ എന്ന വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ഇന്നത്തെ ദിവസം ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരെയും ഹാർദവുമായി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു. എല്ലാ കൂട്ടുകാർക്കും ബേസിക്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ ഈ ഒരു ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ പ്രതിപാദിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നോക്കാം. ഒബ്ജക്റ്റീവ്സ്: 1. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടൈപ്സ്. 2. ഒപ്റ്റിക്കൽ ഫൈബർ. 3. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ നമ്മളതിനെ 5 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1. ബേസിക് എലിമെൻറ്റ്സ്. 2. ആൻഡ് ഓവർവ്യൂ. 3. ആപ്ലിക്കേഷൻസ്. 4. അഡ്വാൻറ്റേജസ്. 5. ഡിസഡ്വാൻറ്റേജസ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിവരങ്ങളെ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ്റെ, അല്ലെങ്കിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത് എന്ന അതിൻ്റെ ഒരു ബേസിക്കായ ബ്ലോക്ക് ഡയഗ്രമാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു സോഴ്സിൽ നിന്നും ശബ്ദം ഉണ്ടാകുന്നു. അത് ഏത് സോഴ്സുമാകാം. ഒന്നുകിൽ ഒരു പാട്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രസംഗമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ശബ്ദമാകാം. ആ ശബ്ദത്തെ ആദ്യമേ ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ്, അല്ലെങ്കിൽ ഒരു ഉപകരണത്തെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ച് ഈ ശബ്ദ തരംഗങ്ങളെ ഇലക്ട്രിക്കൽ തരംഗങ്ങളാക്കി മാറ്റുന്നു. ആദ്യത്തെ പ്രക്രിയയാണ്. ആ ഇലക്ട്രിക്കൽ തരംഗങ്ങളെ വ്യത്യസ്തമായ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉപയോഗിച്ച് പ്രോസസ്സിംഗ് നടത്തുന്നു. അതിനെ ആംപ്ലിഫൈ ചെയ്യുക, അതിന് ഗെയിൻ കൂട്ടുക, ഇങ്ങനെയുള്ള ഏതൊക്കെ പ്രോഗ്രാം കാര്യങ്ങളാണോ നമ്മൾ ആ ഒരു സിഗ്നലിനെ ചെയ്യാൻ സാധിക്കുന്നത്, വേണ്ടത് ആവശ്യമായ പ്രോസസ്സുകളെല്ലാം ആ ഇലക്ട്രോണിക് പ്രോസസ്സിലൂടെ നടപ്പാക്കും. അങ്ങനെ ഉണ്ടാകുന്ന ആ ശബ്ദ തരംഗങ്ങളെ ഒരു ട്രാൻസ്മിറ്റർ വഴി, ഇലക്ട്രിക്കൽ തരംഗങ്ങളാക്കി മാറ്റിയ ശബ്ദ തരംഗങ്ങളെ ഒരു ട്രാൻസ്മിറ്ററിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രസരണം നടത്തുന്നു. ആ പ്രസരണത്തിൻ്റെ ആ ട്രാൻസ്മിറ്ററിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശബ്ദതരംഗം, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വ്യത്യസ്തമായ മീഡിയകളിലൂടെ സഞ്ചരിച്ച് അത് ഒരു റിസീവറിൽ എത്തിച്ചേരുന്നു. റിസീവർ എന്നാൽ എന്താണ്? റിസീവർ എന്നാൽ ഈ ട്രാൻസ്മിറ്ററിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ സ്വീകരിക്കാൻ പര്യാപ്തമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് റിസീവർ എന്ന് പറയുന്നത്. ആ റിസീവറിൽ ലഭ്യമാകുന്ന സിഗ്നലിനെ എന്ത് ചെയ്യുന്നു? ആ റിസീവറിൽ നിന്ന് കിട്ടുന്ന സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് തന്നെയാണ് നമുക്ക് റിസീവറിൽ കിട്ടുന്നത്. അതിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം വിവിധ തരത്തിലുള്ള ഇലക്ട്രോണിക് പ്രോസസ്സിംഗ്, അതായത് ഡിറ്റക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അതിനെ വീണ്ടും ഒരു ട്രാൻസ്പോണ്ടറിലൂടെ കടത്തിവിടുന്നു. ട്രാൻസ്പോണ്ടർ ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയായി ലൗഡ് സ്പീക്കർ ആയിരിക്കും. അപ്പോൾ ആ ഇലക്ട്രിക്കൽ സിഗ്നലുകളെ ലൗഡ് സ്പീക്കറിലൂടെ കടത്തിവിടുമ്പോൾ നമുക്ക് ആ ശബ്ദം
പുറത്തേക്ക് വരുന്നു. അപ്പം എവിടെ നിന്നാണോ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്തത് അവിടെ നിന്ന് വ്യത്യസ്തമായ ഉപാധികളിലൂടെ, അതായത് ട്രാൻസ്മിറ്ററിലൂടെ, ട്രാൻസ്മിഷൻ മീഡിയയിലൂടെ, റിസീവറിലൂടെ തിരിച്ച് ഒരു റിസീവറിൽ എത്തി അത് ആ ഒരു ശ്രോതാവിലേക്ക് അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു. ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അല്ലെങ്കിൽ ആശയവിനിമയത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലോക്ക്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊരു ആശയമോ അല്ലെങ്കിൽ ഏതൊരു വിവരങ്ങളോ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷനെ തന്നെ നമുക്ക് വ്യത്യസ്തമായ മാനദണ്ഡങ്ങളിൽ വേർതിരിക്കാൻ സാധിക്കും. ഇപ്പോൾ മേളിൽ വിവരിച്ചതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ, ഈ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വ്യത്യസ്തമായ മീഡിയങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഉപാധികളിലൂടെയാണ് റിസീവറിൽ എത്തിച്ചേരുന്നത്. ആ മീഡിയംസ്, എന്തൊക്കെ മീഡിയംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് നമുക്ക് 3 രീതിയിൽ അതിനെ കാണാം. ഒന്ന്, വയേർഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് വയേർഡ് കമ്മ്യൂണിക്കേഷൻ? വയേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെയുള്ള വയറുകൾ അല്ലെങ്കിൽ ചെമ്പ് കമ്പികൾ ഉൾപ്പെടെയുള്ള വയറ്, കാണാൻ പറ്റുന്ന വയറുകളുണ്ടല്ലോ, ആ വയറുകളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ വയേർഡ് കമ്മ്യൂണിക്കേഷൻ, പല ടൈപ്സ് വയേഴ്സ് ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് പിന്നീട് പ്രതിപാദിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വ്യത്യസ്തമായ വയറുകളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് വയേർഡ് കമ്മ്യൂണിക്കേഷൻ. 2, വയർലെസ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം വയർ ഇല്ലാത്ത രീതിയിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ, വയർ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു മെക്കാനിക്കലായ ഒരു സാധനം ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ. അടുത്ത ഒരു വ്യത്യസ്തവും അതിനൂതനവുമായ അല്ലെങ്കിൽ ഏറ്റവും ലോസുകളെ കുറച്ചുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ് നമുക്ക് പഠിക്കുവാനുള്ള 3ാമത്തെ വിഭാഗമായ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ വിവിധങ്ങളായ മാർഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സുകളെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ പ്രതിപാദിക്കാൻ ഉള്ളത്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനമായ വസ്തു എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബറാണ്. ഒപ്റ്റിക്കൽ ഫൈബർ എന്നാൽ എന്താണ്? അതിൻ്റെ എവല്യൂഷനെക്കുറിച്ചും അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ അത് ഒന്നുകൂടി പ്രതിപാദിക്കുന്നു എന്ന് മാത്രം. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ? An optical fiber is a flexible, transparent fiber made by drawing glass or plastic to a diameter slightly thicker than that of a human hair. എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? An optical fiber എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങോട്ട് വേണേലും തിരിക്കാം. നമ്മുടെ സാധാരണ ഒരു നാര് വളച്ചാൽ വളയുന്നത് പോലെ ഇത് വളയും, അത് ഒടിയില്ല. ആ ഫ്ലെക്സിബിളാണ്, ട്രാൻസ്പെറൻ്റ് ആണ്, ഒന്ന് അകത്തോടെ നോക്കിയാൽ പുറത്തേക്ക് കാണാൻ സാധിക്കും, ട്രാൻസ്പെറൻ്റ് ആണ്. അത്തരത്തിലുള്ള ഫൈബർ എന്തിൽ നിന്നുണ്ടാക്കുന്നതാണ്? ഒന്നുകിൽ ഗ്ലാസിൽ നിന്ന് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൽ നിന്ന്. ഇത്തരത്തിൽ ട്രാൻസ്പെറൻ്റായ ഫ്ലെക്സിബിളായ ഒരു ഫൈബർ, ബട്ട് അതിൻ്റെ തിക്നെസ് എത്രയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ, അതായത് നമ്മുടെ മനുഷ്യൻ്റെ മുടിയേക്കാൾ ഏകദേശം അല്പം കൂടി മാത്രം ഡയമീറ്ററുള്ള ഫൈബറുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബറായിട്ട് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ഒരു കാര്യം കൊണ്ട് നോക്കൂ. ഇറ്റ് ആക്ട്സ് ആസ് എ മീഡിയം ഫോർ ദി ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ആസ് ലൈറ്റ് പൾസസ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് എന്ന സോഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് പൾസസ് ആണ് നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളെയും വഹിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാകുന്നത്. അതാണ് നമ്മളിവിടെ പറയുന്നത് ഇറ്റ് ആക്ട്സ് ആസ് എ മീഡിയം. ഇതിനിടയിൽ നിൽക്കുന്ന നമ്മുടെ ആ ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്ക് ഈ ലൈറ്റ് പൾസസ് ആയിട്ട് നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് ലൈറ്റ് പൾസസ് ആയി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. ഒപ്റ്റിക്കൽ ഫൈബർ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി എന്താണ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ? It is a method of transmitting information from one place to another
by sending pulses of light through an optical fiber. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടി പൾസസ് ഓഫ് ലൈറ്റ് പൾസസ് ആണ് ഒരു ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. ആ ട്രാൻസ്മിറ്ററിൽ നിന്നും ആ പൾസസ് ആ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ സഞ്ചരിച്ച് റിസീവറിലെത്തുന്നു. റിസീവർ അതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഈ മീഡിയമായി ഉപയോഗിക്കുന്ന ഫൈബർ ഒപ്റ്റിക്, ഇതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് ക്ലാസ്സുകളിൽ പറയും. എന്നാലും ഈ ഒരു വാക്ക് മാത്രം ഓർത്തിരിക്കുക. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന അടിസ്ഥാന തത്വം ഉപയോഗിച്ചാണ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ നടപ്പാകുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ എന്താണ്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. 1 ഇൻഫർമേഷൻ സോഴ്സ്, 2 ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റർ, 3 ഒപ്റ്റിക്കൽ സോഴ്സ്, 4 ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, 5 ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ, 6 ഇലക്ട്രോണിക് റിസീവർ, 7 ഡെസ്റ്റിനേഷൻ. ഇത്രയും ഘടകങ്ങളാണ് ബേസിക്കായി ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഇവ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ആദ്യമായി ഇൻഫർമേഷൻ സോഴ്സ് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ സംസാരിക്കുന്നു, അപ്പോൾ എൻ്റെ ശബ്ദമാണ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷനെയാണ് നമ്മൾ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത്. ആ ഇൻഫർമേഷൻ സോഴ്സ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്ററിലൂടെ കടത്തിവിടുന്നു. എന്താണ് ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റർ? ആവശ്യമായ പ്രോസസ്സിങ്ങുകളൊക്കെ നടത്തി ആ സിഗ്നലിനെ ഒപ്റ്റിക്കൽ സോഴ്സുമായി കണക്ട് ചെയ്യുന്നു. അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമുക്ക് ആവശ്യമായ ഒപ്റ്റിക്കൽ സോഴ്സ്, അതായത് മൂന്നാമത്തെ ഘടകമാണ് അത് ഒപ്റ്റിക്കൽ സോഴ്സ്. ആ ഒപ്റ്റിക്കൽ സോഴ്സിനെ ഡ്രൈവ് ചെയ്യുന്ന സംവിധാനം ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുന്നു. അതിനെ ആവശ്യമായ രീതിയിൽ ആംപ്ലിഫൈ ചെയ്ത് ഒപ്റ്റിക്കൽ സോഴ്സിൽ നിന്നും ലൈറ്റ് പൾസസിനെ പുറത്തേക്ക് വരുന്നു. ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഒന്നുകിൽ ലേസർ ആകാം, അല്ലെങ്കിൽ ഒരു LED ആകാം. അതിൽ നിന്ന് വരുന്ന ലൈറ്റ് പൾസസ് ആണ് നമ്മൾ ഇതിന്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ ഇതുവഴിയാണ് നടക്കുന്നത്. ഒപ്റ്റിക്കൽ സോഴ്സിൽ നിന്ന് വരുന്ന ആ ലൈറ്റ് പൾസസ്, അതായത് ആവശ്യത്തിന് മോഡുലേറ്റ് ചെയ്ത സിഗ്നലാണ് വരുന്നത്. ആ മോഡുലേറ്റ് ചെയ്ത സിഗ്നലിനെ ഫൈബറിന്റെ ഒരറ്റത്തുകൂടി കടത്തിവിടുന്നു. അപ്പം അടുത്തതായി നമുക്ക് വരുന്ന പാർട്ട് മീഡിയം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബറാണ്. ആ ഒപ്റ്റിക്കൽ ഫൈബറിനകത്തിലൂടെ ഈ ലൈറ്റ് സോഴ്സസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴി സഞ്ചരിച്ച് അത് ആ ഫൈബറിന്റെ അങ്ങേ തലയ്ക്കൽ എത്തുമ്പോൾ അവിടെയുള്ളതാണ് റിസീവർ. ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ ആണ് അവിടെ ആദ്യമുള്ളത്. ആ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ എന്താണ്? ഈ ഒപ്റ്റിക്കൽ സിഗ്നലിനെ അതായത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പം ഡീമോഡുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ആ പ്രോസസ്സിലൂടെ കടത്തിവിട്ടതിന് ശേഷം ഇലക്ട്രിക്കൽ റിസീവർ അതിന്റെ ബാക്കിയുള്ള ഇലക്ട്രിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രോസസ്സിംഗ് ഒക്കെ നടത്തി അതിനെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. ഡെസ്റ്റിനേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ശബ്ദ തരംഗങ്ങളാക്കി അല്ലെങ്കിൽ എന്താണോ ആ നമുക്ക് ആവശ്യമായ സിഗ്നൽ അതാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നു. അപ്പം ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള കുറേ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ എന്താണെന്ന് നോക്കി, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്നാൽ എന്ത് എന്നത് മനസ്സിലാക്കി. അടുത്തതായി ഒരു ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ബ്ലോക്കുകൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിനകത്തിൽ ഉൾക്കൊള്ളുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിച്ചു. മേൽ പറഞ്ഞ കാര്യങ്ങളെ ഇനി നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രത്തിന്റെ രൂപത്തിൽ കാണാം. ഒരു ബ്ലോക്ക് എക്സ്പ്ലനേഷൻ ഓഫ് ബേസിക് എലിമെന്റ്സ് ഓഫ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നിങ്ങൾക്ക് ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യമേ തുടങ്ങുന്നത് ഒരു എൻകോഡർ എന്ന ബ്ലോക്കാണ്. എൻകോഡർ എന്താണ്? എൻകോഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ആവശ്യമായ രീതിയിൽ കോഡ് ചെയ്ത് അത് ട്രാൻസ്മിറ്ററിലേക്ക് കൊടുക്കുന്നു. ആ ട്രാൻസ്മിറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്?
അകത്ത് നോക്കാം. ആ ട്രാൻസ്മിറ്ററിനകത്തിൽ പ്രധാനമായും 2 പാർട്ടുകളായി കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു ഡ്രൈവറും ഒന്ന് ഒരു ലൈറ്റ് സോഴ്സും. അപ്പം ഈ ഡ്രൈവർ എന്ന് പറയുന്നത് ആവശ്യമായ മോഡുലേഷൻ അല്ലെങ്കിൽ ആവശ്യമായ പ്രോസസ്സിംഗ് ഒക്കെ ഈ സിഗ്നലിൽ വരുത്തിയതിന് ശേഷം അതിനെ ലൈറ്റ് സോഴ്സിലേക്ക് കൊടുക്കും. അപ്പം ആ ലൈറ്റ് സോഴ്സ് മീൻസ് എന്താണ്? ലൈറ്റ് പൾസസിനെ ഉണ്ടാക്കുന്ന സോഴ്സാണ് ലൈറ്റ് സോഴ്സ്. അപ്പം നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനനുസരിച്ച് ട്രാൻസ്മിറ്ററിനകത്ത് തന്നെ ആ ലൈറ്റ് സോഴ്സിൽ നിന്നും ഒരു ഔട്ട്പുട്ട് വരുന്നു. ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലൈറ്റ് പൾസസ് ആയിരിക്കും. ആ ലൈറ്റ് പൾസസ് നമ്മൾ നേരെ കാണാം സോഴ്സ് ടു ഫൈബർ കണക്ടർ, ഒരു കണക്ടറാണത്. അതായത് ഈ വരുന്ന ഇലക്ട്രിക് ലൈറ്റ് പൾസസ് ആ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് പൾസസിനെ ഒപ്റ്റിക്കൽ ഫൈബറുമായി കണക്ട് ചെയ്യുന്ന കണക്ടറാണ് സോഴ്സ് ടു ഫൈബർ കണക്ടർ. സോഴ്സിൽ നിന്നും ഫൈബറിലേക്ക് ഈ പൾസസിനെ കൊടുക്കുവാനുള്ള ഒരു കണക്ടർ അവിടെ നമ്മൾ ഉപയോഗിക്കും. ആ കണക്ടറാണ് സോഴ്സ് ടു ഫൈബർ കണക്ടർ. അതിനുശേഷം ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഈ സിഗ്നൽ സഞ്ചരിക്കുന്നു. അതെങ്ങനെയാണ് എന്ന് നമ്മൾ നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴി ഈ സിഗ്നല് ഈ ഫൈബറിൽ കൂടി സഞ്ചരിച്ച് ഫൈബർ ടു ഡിറ്റക്ടർ കണക്ടറിലേക്ക് എത്തുന്നു. അതായത് ആ ഫൈബറും അടുത്ത റിസീവറിലുള്ള ലൈറ്റ് ഡിറ്റക്ടർ, ഈ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നതിനെയാണ് ഒരു പാർട്ടിനെയാണ് ലൈറ്റ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അപ്പം ഈ വരുന്ന സിഗ്നലിനെ ഈ റിസീവറുമായി കണക്ട് ചെയ്യുന്ന, അതായത് അല്ലെങ്കിൽ ഡിറ്റക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ടറിന്റെ പേരാണ് ഫൈബർ ടു ഡിറ്റക്ടർ കണക്ടർ. അപ്പോൾ 2 കണക്ടേഴ്സ് ആണുള്ളത്. സോഴ്സിൽ നിന്ന് ഫൈബറിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ ഫൈബറിൽ വരുന്ന സിഗ്നലിനെ ഫൈബറിൽ നിന്നും റിസീവറിലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ റിസീവറിൽ ഈ സിഗ്നൽ എത്തുന്നു. ആ റിസീവർ സിഗ്നൽ എത്തുമ്പോൾ ലൈറ്റ് ഡിറ്റക്ടർ എന്ന് പറയുന്ന ഭാഗം ഉപയോഗിച്ച് ഈ ലൈറ്റ് സോഴ്സസിനെ തിരിച്ച് എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു. ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം അതിനെ ഒരു ഡിജിറ്റൽ ഡീകോഡറിലേക്ക് കടത്തിവിടുന്നു. നേരത്തെ എൻകോഡർ ആയിരുന്നെങ്കിൽ ഇവിടെ ഡീകോഡറാണ്. ആ ഡീകോഡറിൽ നിന്നും ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്തത് ആ ട്രാൻസ്മിറ്റ് ചെയ്ത ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ ഈ ഡീകോഡറിന്റെ ഔട്ട്പുട്ടിൽ ലഭ്യമാകും. ഇതാണ് ഈ ഒരു ബ്ലോക്ക് എക്സ്പ്ലനേഷൻ. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഓരോ ഭാഗങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവുകൾ നമുക്ക് നേടേണ്ടതായിട്ടുണ്ട്. എന്നാലും എന്താണ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, അതിനകത്ത് എന്തൊക്കെ ബേസിക് എലിമെന്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് എന്ന് കൃത്യമായി നമുക്ക് ഈ ബ്ലോക്ക് എക്സ്പ്ലനേഷനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തായിട്ട് ഒരു ജനറൽ ഓവർവ്യൂ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ എന്തൊക്കെയാണ് അതിനകത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു അടങ്ങിയിട്ടുള്ളത് എന്നതാണ് അറിയേണ്ടത്. ഒന്ന്, അതിൽ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസിങ് ഫൈബർ ഒപ്റ്റിക്സ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് ബേസിക് സ്റ്റെപ്സ്. ബേസിക് ആയിട്ട് കുറേ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അടിസ്ഥാനപരമായ സ്റ്റെപ്പുകളാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ഉള്ളത്. ഒന്ന്, ക്രിയേറ്റിംഗ് ഒപ്റ്റിക്കൽ സിഗ്നൽ ഇൻവോൾവിംഗ് ദ യൂസ് ഓഫ് എ ട്രാൻസ്മിറ്റർ. ഒരു ട്രാൻസ്മിറ്ററിൻ്റെ സഹായത്തോടുകൂടി ഒരു ഒപ്റ്റിക്കൽ സിഗ്നലിനെ ഉണ്ടാക്കുക. അടുത്തത്, റിലേയിങ് ദ സിഗ്നൽ അലോങ് ദ ഫൈബർ. ഫൈബറിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ ഈ സിഗ്നലിനെ കൃത്യതയോടുകൂടി കടത്തിവിടുക. അടുത്തത്, എൻഷുവറിംഗ് ദാറ്റ് ദ സിഗ്നൽ ഡസ് നോട്ട് ബിക്കം ടു ഡിസ്റ്റോർട്ടഡ് ഓർ വീക്ക്. ഈ സിഗ്നൽ അധികം ഡിസ്റ്റോർട്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ വീക്ക് സിഗ്നലായി മാറാനുള്ള സാധ്യതകളെ ഒഴിവാക്കുക. പിന്നീട് റിസീവിംഗ് ദ ഒപ്റ്റിക്കൽ സിഗ്നലിനെ റിസീവറിൽ സ്വീകരിക്കുക. അതിനുശേഷം കൺവേർട്ടിംഗ് ഇറ്റ് ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇത്രയും സ്റ്റെപ്സാണ് ഒരു ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഉള്ള അടിസ്ഥാനപരമായ സ്റ്റെപ്പുകൾ. അപ്പം ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒപ്റ്റിക്കൽ സിഗ്നലാക്കുന്നു, ആ ഒപ്റ്റിക്കൽ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ആ ട്രാൻസ്മിറ്ററിൽ അത് സ്വീകരിക്കുന്നു, അതിനെ തിരിച്ച് പിന്നീട് ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മളുടെ
പഠന ശാഖ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ എന്നതാണ്. ആ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യനകത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടി വരുന്നത് ഈ ട്രാൻസ്മിഷൻ ഭാഗമാണ്. ആ ട്രാൻസ്മിഷനിൽ ആ സോഴ്സിൽ നിന്ന് ഫൈബർ ഒപ്റ്റിക്കിലേക്കുള്ള കണക്ഷൻസ്, അത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ വരുന്ന റിപ്പീറ്റേഴ്സ്, ഏതൊക്കെ ഭാഗങ്ങളിലാണോ കണക്ഷൻ വരുന്നത്, ഈ കണക്റ്റിംഗ് പ്രോസസ്സുകളാണ് നമ്മളുടെ പഠന വിഷയമായി വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സ് എന്തൊക്കെയാണെന്നും അതിൻ്റെ ഏകദേശമായ ഒരു ബ്ലോക്ക് എക്സ്പ്ലനേഷനും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ആപ്ലിക്കേഷൻസ്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ മേഖലകളിലാണ് ഇന്ന് നിലവിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമായിട്ടുള്ളത് എന്നതാണ് ആപ്ലിക്കേഷൻ ഏരിയാസ്. അതിൽ പ്രധാനമായിട്ടും ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ എന്ന അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷനിലാണ്. 2 മെഡിക്കൽ ഫീൽഡ്, 3 മിലിറ്ററി ഓപ്പറേഷൻസ്, 4 എയ്റോസ്പേസ് ആപ്ലിക്കേഷൻസ്, 5 മൈനിങ്. ഇത് മാത്രമല്ല, ആശയവിനിമയം നടത്തുന്ന ഏതൊരു മേഖലയിലും നമുക്ക് ആപ്ലിക്കേഷൻ, ഈ ഫൈബർ ഒപ്റ്റിക്സ് ആപ്ലിക്കേഷൻ ഉള്ളത് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ അതിനൂതനവും ശാസ്ത്ര സാങ്കേതികമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്നതായ ആശയവിനിമയ സംവിധാനമാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. അതേപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഏറ്റവും കുറച്ച് ലോസ് ഉണ്ടായി ട്രാൻസ്മിഷൻ നടത്താൻ പറ്റുന്ന ഒരു മാധ്യമം കൂടിയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഫൈബറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ വയേർഡ് അല്ലെങ്കിൽ കോപ്പറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെറ്റൽ ഉപയോഗിച്ചുള്ള വയറുകളുമായി കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ ആദ്യത്തേത്, ദ ലൈഫ് ഓഫ് ഫൈബർ ഈസ് ലോങ്ങർ ദാൻ കോപ്പർ വയർ. സാധാരണ കമ്മ്യൂണിക്കേഷൻ, വയേർഡ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന കോപ്പർ വയറിനേക്കാൾ ഇതിൻ്റെ ആയുസ് അല്ലെങ്കിൽ ലൈഫ് വളരെ കൂടുതലായിരിക്കും. ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് വെരി നോമിനൽ. സാധാരണഗതിയിൽ നമ്മുടെ ഒരു വയേർഡ് കമ്മ്യൂണിക്കേഷനിലെ ആ ഹാൻഡ്ലിംഗ് ചാർജസോ ഇൻസ്റ്റലേഷൻ ചാർജസോ ഒന്നും ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ വരുന്നില്ല. അത് വളരെ നോമിനലായിരിക്കും. ഇറ്റ് ഈസ് അൺഅഫക്റ്റഡ് വിത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. നമുക്കറിയാം, ഇതൊരു കണ്ടക്ടറല്ല ഇതിനുപയോഗിക്കുന്ന മെറ്റീരിയൽ. നമ്മൾ ഫൈബർ ഒപ്റ്റിക്സിൽ ഫൈബർ കേബിൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ആണ് അല്ലെങ്കിൽ ഗ്ലാസ് ആണ്. അതിൽ നിന്നും എടുക്കുന്ന ഫൈബറുകളാണ്, വളരെ തിന്നായിട്ടുള്ള ഫൈബറാണ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇതിനൊന്നും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യാറില്ല, ഇതിനെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. അടുത്തത്, അറ്റന്യൂവേഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ലോവർ ദാൻ കൊയാക്സിൽ കേബിൾ ഓർ ടിസ്റ്റൽ പെയർ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ്. അതിനകത്ത് ഏറ്റവും അറ്റന്യൂവേഷൻ കുറച്ച് നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബർ വഴിയുള്ള ട്രാൻസ്മിഷനിൽ ലഭ്യമാകുന്നു. There is no necessity of additional equipments for protecting against grounding and voltage problems. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് എ കണ്ടക്ടർ. അതുകൊണ്ട് തന്നെ ഇതിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിങ്ങിനോ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റിംഗ് എക്യുപ്മെൻസിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. അതേപോലെ അടുത്തത്, ആസ് ഇറ്റ് ഡസ് നോട്ട് റേഡിയേറ്റ്സ് എനർജി, എനി ആൻറ്റിന ഓർ ഡിറ്റക്ടർ കനോട്ട് ഡിറ്റക്ട്സ് ഇറ്റ്, ഹെൻസ് പ്രൊവൈഡ് സിഗ്നൽ സെക്യൂരിറ്റി. ഇത് വളരെ പ്രധാനമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമാണ് അല്ലേ. കാരണം ഇതിനകത്തിലൂടെയുള്ള സിഗ്നൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് പൾസസ് ആണ്. ആ ലൈറ്റ് പൾസസും അതേപോലെ തന്നെ ഫൈബർ എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ ഗ്ലാസിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു ഡിറ്റക്ടർ ഉപയോഗിച്ചും ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ, അല്ലെ ഇതിനെ ഔട്ട്സൈഡിൽ ഒരു ഇത് വെച്ച്, കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷനോ മാഗ്നറ്റിക് എഫക്റ്റുകളോ ഒന്നും വരാത്തത് കാരണം ഈ പറയുന്ന സിഗ്നൽസിനെല്ലാം ഹൈലി സെക്വേർഡ് ആയിരിക്കും. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് സാധാരണഗതിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം
നമ്മൾ ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും അതിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയാസും അതിൻ്റെ അഡ്വാൻറ്റേജസും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഏതൊരു സംവിധാനത്തിനും കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ടാകാം. അതിൽ ചിലത് എന്തൊക്കെയാണ് ഈ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനകത്തിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിനകത്തിൽ ഏറ്റവും പ്രധാനം, നമ്മളുടെ ഈ കോഴ്സിന് തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഈ കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഹീ ഷുഡ് ബി ഹൈലി സ്കിൽഡ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഹൈലി സ്കിൽഡായിട്ടുള്ള സ്റ്റാഫാണ് ആവശ്യം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൈലി സ്കിൽഡ് സ്റ്റാഫ് വുഡ് ബി റിക്വയർഡ് ഫോർ മെയിൻ്റനൻസ്. ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ഹൈലി സ്കിൽഡ് സ്റ്റാഫ് ആവശ്യമാണ്. രണ്ടാമത്, ഓൺലി പോയിന്റ് വർക്കിംഗ് ഈസ് പോസിബിൾ ഓൺ ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറിൽ പോയിന്റ് വർക്കിംഗ് മാത്രമേ സാധ്യമാകൂ. അത് അല്ലാതുള്ള ഒരു വർക്കിംഗ് നമുക്ക് ഓരോ പോയിന്റിലും പ്രത്യേകമായിട്ട് തന്നെ അത് ജോയിനിങ് ആയാലും മെയിൻ്റനിങ് ആയാലും ഒക്കെ നമ്മൾ ചെയ്യണം. പിന്നീടുള്ളത്, പ്രിസൈസ് ആൻഡ് കോസ്റ്റ്ലി ഇൻസ്ട്രുമെൻറ്റ്സ് വുഡ് ബി റിക്വയർഡ്. അതിലേറ്റവും പ്രധാനമാണ്. അതായത് ഈ ഫൈബർ ഒപ്റ്റിക്സിനെ കണക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതിനും അതിൻ്റെ റീഡിങ് നടത്തുന്നതിനും മെഷർമെൻറ്റ് നടത്തുന്നതിനും ടെസ്റ്റ് നടത്തുന്നതിനും ഒക്കെ ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീനുകൾ ആവശ്യമാണ്. പിന്നീടുള്ളത്, കോസ്റ്റ്ലി ഇഫ് അണ്ടർ യൂട്ടിലൈസ്ഡ്. അതായത് ഇത്രയും പ്രയാസപ്പെട്ട് നമ്മൾ ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് വളരെ വലിയൊരു വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ജോയിൻറ്റിങ് ഓഫ് ഫൈബർ ആൻഡ് സ്പ്ലൈസിങ് ഈസ് ഓൾസോ ടൈം കൺസ്യൂമിങ്. ജോയിനിങ് അല്ലെങ്കിൽ ഈ കേബിളുകളെ തമ്മിൽ യോജിപ്പിക്കുന്നതും അതോടൊപ്പം ഇതിനെ യോജിപ്പിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സ്പ്ലൈസിങ് എന്നാണ്. അപ്പോൾ ആ പ്രോസസ്സൊക്കെ പിന്നീട് ഇതിൻ്റെ വിശദമായ പഠനങ്ങളൊക്കെ പിന്നീട് നമുക്ക് നടത്തും. അപ്പോൾ ഈ പറയുന്ന ആ ജോയിനിങ് പർപ്പസ് അല്ലെങ്കിൽ സ്പ്ലൈസിങ് എല്ലാം വളരെ ടൈം കൺസ്യൂമിങ് ആണ്. ഒരു കേബിൾ തന്നെ ജോയിൻ ചെയ്തെടുക്കാൻ നമുക്ക് ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ വേണ്ടി വന്നേക്കാം. അത്തരത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്. എന്നിരുന്നാലും ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടെങ്കിലും ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നൂതനവും അതേപോലെ തന്നെ ഹൈലി സെക്യൂർഡുമായ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും നേരം ഫൈബർ ഒപ്റ്റിക്സ് എന്താണ് എന്നും ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നും ആ ഫൈബർ ഒപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ വിശദമായ വിവരങ്ങൾ എന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നും ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നും ഒക്കെ നമ്മൾ വിശദമായി ഓരോ സ്ലൈഡുകളിലൂടെയും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ വിശദീകരണങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇത് ഓരോ ഭാഗങ്ങളും കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ അതിനൂതനമായ ഒരു കോഴ്സിന് ചേരാൻ നിങ്ങൾക്ക് സാധ്യമായത്. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ കെ-ഫോൺ സംവിധാനം, അതായത് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, ഇത് കേരളത്തിലുടനീളം KSEB-യുമായി ചേർന്ന് സർക്കാർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സംവിധാനത്തിലൊക്കെ നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ കോഴ്സിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ ഹൃദിസ്ഥമാക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.